രാമനവമി ഘോഷയാത്രയ്ക്കും ഗണേശോത്സവ നിമഞ്ജന ഘോഷയാത്രയ്ക്കും നേരെ മതമൗലികവാദികളുടെ നേതൃത്വത്തിൽ വലിയ ജനക്കൂട്ടം ആക്രമണം അഴിച്ചുവിടുന്നത് ഉത്തരേന്ത്യയിൽ മാത്രം നാം ഇതുവരെ കണ്ട കാഴ്ചയാണെങ്കിൽ ഇപ്പോഴത് ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, അയ്യപ്പ ഭക്തർ ഉച്ചത്തിൽ ശരണം വിളിച്ച് കടന്നുപോയ അയ്യപ്പ ഭക്തർക്ക് നേരെ വിവിധ മതമൗലികവാദി സംഘടനകളുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പേർ വാഹനം തടയുകയും തല്ലിത്തകർക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ശരണം വിളിച്ച് നടന്നു നീങ്ങിയ അയ്യപ്പ ഭക്തരെ തടയുകയും ചെയ്തു. ഇത് വലിയ സംഘർഷത്തിന് ഇടയാക്കുകയായിരുന്നു. ഏതായാലും അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് BJP പ്രസിഡന്റ് വിഷ്ണുവർദ്ധൻ റെഡ്ഡിയാണ്. ഇതിനോടകം തന്നെ ഈ വീഡിയോ വളരെ വൈറലായിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കത്തുകയും ചെയ്തിരിക്കുന്നു. കാരണം ദക്ഷിണേന്ത്യയിൽ ഒരു തുടക്കം കുറിക്കുകയാണ് ഇത്തരം ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെയുള്ള ഒരു വലിയ കടന്നാക്രമണമെന്നാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ വീഡിയോ കാണാം. രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, ആന്ധ്രാപ്രദേശിലെ രായച്ചോട്ടിൽ നടന്ന സംഭവം. അവിടെയാണ് ഈ ബസ്സിന് നേരെ ആക്രമണം ഉണ്ടായത്. ബസ്സിൻ്റെ ചില്ല് തകർക്കുന്നതും മറ്റും നമുക്കതിൽ കാണാൻ കഴിയും. മറ്റൊന്ന് തെലുങ്കാനയിലാണ്. അവിടെ ഈ അയ്യപ്പ ഭക്തർ വൈകുന്നേരത്തെ മഹാ ആരതി, അതായത് നമ്മുടെ നാട്ടിൽ ആഴി പൂജ എന്ന് പറയുന്നത് പോലത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി നൂറുകണക്കിന് അയ്യപ്പ ഭക്തർ നടന്നു നീങ്ങുമ്പോഴേക്കും അത് തടയുന്ന ഒരു കാഴ്ച. ഇതെല്ലാം മസ്ജിദിന് മുൻപിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മതമൗലികവാദികൾ ഈ ആക്രമണം അഴിച്ചുവിട്ടത്. സ്വാഭാവികമായി തന്നെ ഉത്തരേന്ത്യയിൽ കണ്ട കാഴ്ച ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിക്കുകയാണോ എന്നൊരു സംശയം വരുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.